ഹലോ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ ഡേ ആണ്, അതായത് സ്കാൻ ചെയ്യാൻ പോകേണ്ട ദിവസമാണ്. 30 വീക്കിന്റെ സ്കാൻ, 7ാം മാസത്തിൽ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്കാൻ ഉണ്ടല്ലോ, 30 വീക്സിൽ ഗ്രോത്ത് സ്കാൻ. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയെന്ന് നല്ല രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 8:30 ആകുമ്പോൾ തന്നെ ഞാനും ഏട്ടനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടറോട് മുന്നേ എഴുതി വാങ്ങിച്ചതുകൊണ്ട് ഡയറക്റ്റ് സ്കാൻ ചെയ്തിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതിയല്ലോ. അതുകൊണ്ട് 9 മണിയാകുമ്പോൾ സ്കാനിങ് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട് കൊയിലിയിൽ. അപ്പൊ നേരെ സ്കാനിങ്ങിന്റെ അടുത്തേക്ക് പോകണം. ഫസ്റ്റ് തന്നെ ആകുമ്പോൾ തിരക്കിന് ക്യൂ ഒന്നും നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് രാവിലെ തന്നെ പോകുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് നിച്ചുട്ടിനെ കൂട്ടിയിട്ടില്ലേ. നിച്ചുട്ടിക്ക് ഇന്ന് ലീവാണ്, ശിവരാത്രി ആയതുകൊണ്ട്. അപ്പൊ നിച്ചുട്ടി അച്ഛൻ്റെ അമ്മമ്മേന്റെയും കൂടെ വീട്ടിലുണ്ട്. നമ്മള് രണ്ടാളും കൂടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഞാനിവിടെ ഇറങ്ങാലേട്ടാ, ടോക്കൺ എടുത്തിട്ട് വാ. ഞാൻ ഹോസ്പിറ്റലിൽ ഇവിടെ എത്തി, പക്ഷെ തുറന്നിട്ടില്ല. 9 മണിയാണ് സമയം, 8:45 ഉള്ളൂ. ആരുമില്ല ഏട്ടാ. ഇത് കൊയിലിൻ്റെ പഴയ ബ്ലോക്കാണ്. ഇതാ ആരും വന്നിട്ടില്ല, ഞാൻ മാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഏട്ടൻ വണ്ടി വെച്ചിട്ട് ഡോക്ടറെ കാണിക്കേണ്ട ടോക്കനും എടുത്തിട്ട് വരും. ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടേ നമ്മൾ എന്തിനാ വന്നേന്നുള്ളത്. ജോറ് കളിയാന്ന് കേട്ടോ. അവിടെ ഇരുന്നിട്ടുണ്ടായേ കുറേ ദിവസത്തിന് ശേഷം അത് അങ്ങനെ കളിക്കുന്നുണ്ടത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളൂ, ധനുവായിട്ടിന് കാണിച്ചു കൊടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിട്ടില്ല. അത്രയും നല്ല അടിപൊളി കളിയിലാണ് ഉണ്ടായിനി. ആരുണ്ട ഇപ്പം ഏട്ടൻ വന്നേ. ഇത്ര നേരം ഞാൻ പോസ്റ്റ് എന്തായാലും 9 മണിക്ക് 9 മണിക്കാണ് 9:05 നമ്മൾ അന്ന് വന്നപ്പോൾ തന്നെ ഡോക്ടറോട് എഴുതി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ സ്കാനിങ്ങിൻ്റെത്. അല്ലെങ്കിൽ സാധാരണ രാവിലെയാണ് എഴുതി തീർത്ത് വന്നിട്ട് അവിടെ നിന്ന് എഴുതി മേടിച്ചിട്ട് സ്കാൻ ചെയ്യാൻ വരില്ലാന്ന്. പക്ഷെ ഇത് ഞാൻ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഗ്രോത്ത് സ്കാൻ അതെല്ലാം മാർക്ക് ചെയ്ത് സെറ്റാക്കി സൈനെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. നേരത്തെ വന്നാലും ചൊറിയാൻ വേണ്ടി ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കണ്ടേ. പക്ഷെ കുറേ 5-10 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിൽ തിരക്കാവും ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ സ്കാൻ കൂടെ കഴിഞ്ഞ സ്കാൻ ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് ഒന്നുണ്ടായിരുന്നു. ഗ്രോത്ത് സ്കാൻ 7ാം മാസം കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ 3 സ്കാൻ മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഡേറ്റ് എടുക്കാനാകുമ്പം ഒരു സ്കാൻ ഉണ്ട് തോന്നുന്നു. കറക്റ്റ് വെയിറ്റ് ലാസ്റ്റ് എത്രയുണ്ടെന്നെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാനും കൂടി ഉണ്ടാവുമായിരിക്കും. 9 മണിക്ക് തുടങ്ങുമെന്നും പറഞ്ഞിട്ട് ഡോക്ടർ വരാൻ 9:45 നമ്മൾ 8:45 എത്തിയിട്ട് 1 മണിക്കൂർ നമ്മൾ കട്ട പോസ്റ്റായി ആടെ. എന്നാലും പ്രശ്നമില്ല, നമ്മൾ കാണിക്കാനാകുമ്പോഴേക്കിനും ഒരു 10 ആളോളം വന്നിട്ടുണ്ടായിന്. അപ്പം ആ സമയത്തേ പോയത് കൊണ്ട് ഫസ്റ്റ് തന്നെ കയറാൻ പറ്റിയല്ല. പിന്നെ ഞാൻ അതിലേ കൂടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വിട്ടാൽ കുറേ നേരം ഇരിക്കുമ്പോൾ നടുവേദന എടുക്കുന്നു. സ്കാൻ ചെയ്തേ, ഇതാ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഡോക്ടർ കാണുന്നതിന് മുമ്പേ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയിട്ടാ. അത് പിന്നെ എപ്പോഴും നിർബന്ധമാണ്. ഫോട്ടോ ഒന്നും മനസ്സിലാവുന്നില്ലപ്പാ. പണ്ടെല്ലാം കുറച്ചെങ്കിലും എന്തെങ്കിലും എല്ലാം കാണലുണ്ട്. പിന്നെ സെറ്റപ്പ് ആശുപത്രിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണിച്ചു തരുമല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് കാണാനൊന്നും പറ്റില്ല. നമ്മുടെ കുറച്ച് മുമ്പിലായിട്ടാണ് ഡോക്ടർ ഇരിക്കുക, അതുകൊണ്ടൊന്നും കാണുകയൊന്നും ചെയ്യില്ല. ഇതിൽ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റാണ് ഞാൻ നോക്കുന്നത്. അത് ഇതിൽ കാണുന്നില്ല. ഡോക്ടറോട് ചോദിച്ചു നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഡോക്ടറെ കാണട്ടെ പോയിട്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചു കേട്ടാ. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ടോക്കൺ തന്നെ കിട്ടിയേ. അവർ 2 മിനിറ്റ് വൈകിയെങ്കിൽ ഡോക്ടർ ഇതിന് ഡെലിവറിക്ക് വേണ്ടി പോവായിരുന്നു. കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് വേഗം കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അവ ഹെൽത്തിയാണ്, ഗ്രോത്ത് എല്ലാം കറക്റ്റാണെന്ന് അറിയുമ്പോൾ ഒരു സമാധാനമല്ലേ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടാ. എന്നാ പറയാനല്ലേ, സന്തോഷായ? അപ്പം ഇനി വീട്ടിലെത്തട്ടെ, എന്നിട്ട് ബാക്കി പറയാം. അപ്പൊ ഞാനുണ്ടല്ലോ എല്ലാ സ്കാനിങ് കഴിഞ്ഞാലും വീട്ടിൽ വന്നിട്ട് നിച്ചുട്ടിന്റെ സ്കാനിങ് റിപ്പോർട്ടും എടുത്ത് ഇപ്പോഴത്തെ സ്കാനിങ് റിപ്പോർട്ടും അത് ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കൂട്ടാ. വെറുതെ എന്തൊക്കെയാണ് ആ ഒരു ക്യൂരിയോസിറ്റി. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യലുണ്ട് 2ാമത്തെ പ്രഗ്നൻസിയിൽ? അപ്പൊ അതുപോലെ നോക്കാൻ വേണ്ടി വെറുതെ അങ്ങനെ ഇരുന്നതാണേ. അപ്പൊ ഇത് നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട്സ്. നിച്ചുട്ടിന്റെ എല്ലാ ഫയലും നമ്മൾ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ പോലും ഒന്നും കളയാണ്ട് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിച്ചുട്ടിന്റെ റിപ്പോർട്ട്സ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പം എന്ത് വീഡിയോ ഇട്ടാലും ഷോർട്ടാണെങ്കിലും
ഫുൾ വീഡിയോ ആണെങ്കിൽ എല്ലാം അതിന്റെ അടിയിൽ കുറേ കമന്റ്സ് വരും. ഇതാ ചേച്ചിക്ക് ബോയ് ആണ്, ചേച്ചിക്ക് ഗേൾ തന്നെയാണ്, ചേച്ചിക്ക് ഗേൾ ആണെന്ന് ഫുൾ 100% ഷുവർ, അല്ലെങ്കിൽ ചേച്ചിക്ക് ബോയ് കുട്ടി ആണെന്ന് തോന്നുന്നു എന്നെല്ലാം മറ്റേ അങ്ങനെ ബോയിന്നും ഗേളെന്നും രണ്ടൊന്നും വരാറുണ്ട് കേട്ടോ. കമന്റ്സ് ഇഷ്ടം പോലെ വരാറുണ്ട്. അപ്പൊ നമുക്ക് വെറുതെ ഒരു ഏതായാലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു വാവേനെ കിട്ടിയാൽ മതി, അത്രയും ആഗ്രഹമുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എന്നാ തോന്നിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടെ. ആരൊക്കെ പ്രഡിക്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് നോക്കാലോ വെറുതെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം എന്റെ ഒരു കണ്ടീഷനൊക്കെ കണ്ടിട്ട് ബോയ് ആണെന്നാണോ ഗേൾ ആണെന്നാണോ തോന്നിയെന്നുള്ളത് ജസ്റ്റ് ബോയ് ഗേളിന് താഴെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണേ. വെറുതെ നമുക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നുള്ളത്, നിങ്ങളുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. വെറുതെ ഞാനൊന്ന് സ്കാനിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് പറയാം. കുറെ പേര് ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് ഫസ്റ്റ് ഡെലിവറി ഒക്കെ ആയിട്ടുള്ള പ്രഗ്നൻസി ഒക്കെ ആയിട്ടുള്ളത് ചോദിക്കലുണ്ട് സ്കാനിങ്ങിനെ പറ്റിയിട്ടെല്ലാം. അപ്പൊ ഞാൻ ഏതായാലും നിച്ചുട്ടിനെ നോക്കാൻ എടുത്ത സ്ഥിതിക്ക് അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയാന്ന് വിചാരിച്ചേ. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ഡെലിവറി കൊയിലി ഹോസ്പിറ്റലിൽ തന്നെയാണ്, ഇപ്പോഴത്തൊന്നും കൊയിലിയിൽ തന്നെയാണ് കാണിക്കുന്നത്, സെയിം ഡോക്ടർ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല, ഞാൻ എന്റെ കഴിഞ്ഞ ഡെലിവറി വീഡിയോ അല്ല, ഇതിന്റെ ഡെലിവറി എക്സ്പീരിയൻസിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിന് എനിക്ക് പെട്ടെന്ന് എമർജൻസി സി സെക്ഷൻ ആയിരുന്നു, പെട്ടെന്ന് തന്നെ സി സെക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഷുഗർ ഡൗൺ ആയതുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയതാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക്. അപ്പൊ അവിടെ കയറിയപ്പോ തന്നെ അന്നേരം നമുക്ക് അത്രയും ആകെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ കേട്ടോ, ഒരു 15,000 അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളൂ രജനാസ് വേൾഡില്. അപ്പൊ അവിടെയുള്ള സിസ്റ്റർ രജനയല്ലേ ഞാൻ വീഡിയോ കാണലുണ്ട് എന്നെല്ലാം പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് അത് ഒരു മരുഭൂമിയിലെ മഴ എന്നെല്ലാം പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. ആ ഒരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് പരിചയമില്ല ഒരാളുള്ള ഒരു ഫീലായിരുന്നു കിട്ടിയത്. ആ സിസ്റ്ററിന്റെ പേര് നിതിന എന്നാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. അപ്പൊ പിന്നെ ധർമ്മശാല അങ്ങോട്ടേക്കാണ് വീട് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിനി. ആ സിസ്റ്റർ ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും കൊയിലിയിൽ ഉണ്ടോ, അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്തത് 30 വീക്കിന്റെ ഗ്രോത്ത് സ്കാൻ ആണ്. അപ്പൊ മൊത്തത്തെ സ്കാൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ 6 വീക്സ്, ഒരു 6 to 7 വീക്സിൽ ഹാർട്ട് ബീറ്റ് നോക്കാൻ വേണ്ടിട്ട് ഒരു സ്കാൻ ചെയ്യും ആദ്യം തന്നെ. അത് എനിക്ക് നിച്ചുട്ടിന്റെ സമയത്ത് സാധാരണ അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ സ്കാനിങ് റൂമിൽ പോയിട്ട് തന്നെയാണ് ചെയ്തത്. അതിന്റെ ഫയൽ ഇതാ ഇപ്പൊ ഉണ്ട് കേട്ടോ. 6 വീക്സ് നിച്ചുട്ടിക്ക് ചെയ്തത് 7 വീക്സ് 3 days ആവുമ്പോൾ ചെയ്തതാണ്. ഹാർട്ട് ബീറ്റ് പ്രസന്റ് ആണോ എന്നുള്ള നോക്കാനുള്ളത്. ഈ ഒരു സാധനം നമ്മുടെ ഇപ്പോഴത്തെ വാവക്കില്ല. എന്താന്ന് വെച്ചാൽ ഇത് എനിക്ക് ഡോക്ടർ റൂമിൽ തന്നെ ഡോക്ടർ വജൈനൽ സ്കാൻ ചെയ്തിട്ടാണ് ഹാർട്ട് ബീറ്റ് സൗണ്ടെല്ലാം എനിക്ക് കേൾപ്പിച്ചു തന്നത്. അതുകൊണ്ട് ആ സ്കാനിങ്ങിന് അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പൊ മിക്കവാറും ഡോക്ടേഴ്സ് ആ ഫസ്റ്റ് സ്കാൻ 6th വീക്കിന്റെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നത് റൂമിൽ തന്നെ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്കാൻ എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് സ്കാൻ എന്ന് പറയുന്നത് NT സ്കാൻ. അത് 3rd മന്തിൽ നമ്മൾ ചെയ്യുന്ന സ്കാൻ ആണ് NT സ്കാൻ. അതായത് ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി ടെസ്റ്റ് എന്ന് പറയും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാവക്ക് എന്തെങ്കിലും ജനിതകമായ വൈകല്യങ്ങൾ ഉണ്ടോ, ഡൗൺ സിൻഡ്രോം ഒക്കെ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റാണ്. അത് വരാനുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാനുള്ള ഒരു ടെസ്റ്റാണ് NT സ്കാൻ എന്ന് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടെ സ്ക്രീൻ ചെയ്തിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇത് ഞാൻ പ്രൊഫഷണലി പറയാൻ ആരുമല്ല, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് മാത്രമാണ് കേട്ടോ. ഞാൻ നിച്ചുട്ടിന്റെ സമയത്തായാലും എല്ലാം അതിന് മുന്നേ സ്കാനിന് പോകുന്നതിന് മുന്നേ അത് എന്തിനാണ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രഗ്നൻസിയിൽ കുറച്ച് സിമ്പിൾ ആണ്, ഏകദേശം ഒരു അറിവുണ്ട് ഓരോ കാര്യങ്ങളും എന്തിനാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ നമ്മുടെ സെർവിക്കൽ ലെങ്ത് ഒക്കെ കറക്റ്റ് ആണോ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3rd മന്തിൽ NT സ്കാൻ ചെയ്യുന്നത്. അപ്പോ അത് ഇപ്പം ചെയ്തത് ഒരു 12 വീക്സ് ഒക്കെ ആവുമ്പോഴാണ്, 12 വീക്സ് 1 day ആവുമ്പോഴാണ് നിച്ചൂട്ടിക്ക് ചെയ്തിട്ടുണ്ടായിനി. അപ്പോ ഇപ്പൊ നമുക്ക് 12 വീക്സ് 4 day ആവുമ്പോഴാണ് ഈ വാവക്ക് ചെയ്തത്, നമ്മുടെ പുതിയ വാവക്ക് ചെയ്തത്. പിന്നെ പ്ലാസന്റേന്റെ പൊസിഷൻ ഒക്കെ നോക്കിന് നിച്ചൂട്ടിന്റെ പ്ലാസന്റ പോസ്റ്റീരിയർ ആയിരുന്നു, നമ്മുടെ സെക്കൻഡ് വാവേന്റെ പ്ലാസന്റ ആന്റീരിയർ ആണ് കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് ബോയ് ഗേൾ ജെൻഡർ ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ. പക്ഷെ അതൊക്കെ വെറുതെ ആണ്, കറക്റ്റ് ആയിട്ട് നല്ല ഓപ്പോസിറ്റ് ആയിട്ട് ഇഷ്ടം പോലെ ആളുണ്ട്. എനിക്കൊന്ന് പോസ്റ്റീരിയർ ആയാലും ശരിക്കും ബോയ് എന്നാ പറയല് തോന്നുന്നു. പക്ഷെ നിച്ചുട്ടിക്ക് അത് പോസ്റ്റീരിയർ ഉണ്ടായത്. പക്ഷെ അതൊന്നും നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് പറയാൻ വേണ്ടി പറ്റൂല. പിന്നീടുള്ളതാണ് നമ്മുടെ 5th മന്തിലുള്ള സ്കാൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കാൻ ആണ്, അനോമലി സ്കാൻ. അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന സ്കാനിങ് ആണ് കേട്ടോ അനോമലി സ്കാൻ. അതായത് കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മുടെ ഫുൾ വാവിന്റെ ഓരോരോ ഓർഗൻസ് ആയിട്ട് ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ചെയ്തത് ലാസ്റ്റ് ചെയ്തതില് നോക്കുവാണെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ നമ്മള് ചെയ്തത് 20 വീക്സിലാണ് ചെയ്തത്.
ഹെഡ്, നെക്ക്, സ്പൈന്, ഫേസ്, ഹാർട്ട്, അബ്ഡോമൻ, അങ്ങനെ ഓരോ ഓർഗനും എങ്ങനെയാണ് ഫംഗ്ഷനിങ് എന്നുള്ളത് നോക്കാനുള്ളതാണ്. അതായത് ഓരോ ഓർഗനും എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാനുള്ള സ്കാനിങ്ങിനെയാണ് നമ്മൾ അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അത് നമ്മൾ 5th മന്തിലാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഇതൊന്നും ഇങ്ങനെ ഇത്ര ഡീറ്റെയിൽ അമ്മയിലിരുന്ന് പറയും, നമുക്ക് പണ്ടൊന്നും ഇങ്ങനത്തെ സ്കാനിങ്ങോ ഒന്നുമില്ല. പക്ഷെ ഇപ്പം ഇത് എല്ലാവരും ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്കാനിങ് എന്തിനാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോ നമുക്ക് നല്ലതല്ലേ, ഇതൊക്കെ മുന്നേ അറിയാൻ പറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും നല്ലത് തന്നെയാണ്. അതാണ് 5th മന്തിന്റെ അനോമലി സ്കാൻ. അത് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന സ്കാനിങ് ആണ്. ഇപ്പൊ ലാസ്റ്റ് എനിക്ക് കഴിഞ്ഞതാണ്. ലാസ്റ്റ് ചെയ്തത് 30 വീക്സിൽ ചെയ്തതാണ് ഗ്രോത്ത് സ്കാൻ. അതായത് വാവയുടെ വളർച്ചയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും വാവക്ക് ഇപ്പൊ എത്ര വെയിറ്റ് ഉണ്ട് എന്നൊക്കെ നമുക്ക് അതിൽ അറിയാൻ പറ്റും. ഈ ഗ്രോത്ത് സ്കാനിന്റെ സമയത്ത് ഈ 7 മന്ത്സിൽ ഒരു 1500 ഗ്രാമില് താഴെ ആയിട്ടൊക്കെയാണ് വെയിറ്റ് ഉണ്ടാവുക. നമ്മുടെ ഇപ്പോഴത്തെ വാവയുള്ളത് എത്രയാണ് വെയിറ്റ്? 1370 ആണുള്ളത്. നിച്ചൂട്ടി എത്ര ഉണ്ടായേ? അതൊക്കെ എന്നിട്ട് ഞങ്ങൾക്ക് ക്യൂരിയസ് നോക്കാൻ വേണ്ടിയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 30 വീക്സിൽ നിച്ചൂട്ടി എത്ര ഉണ്ടായിനി? 1312 ഉണ്ടായിനി. 1371. അങ്ങനെ അതാണ് ഗ്രോത്ത് സ്കാനില്. പിന്നെ ഇത് മൂവ്മെന്റ്സ് കറക്റ്റ് ആണോ, പ്ലാസന്റ, അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാനാണ് ഗ്രോത്ത് സ്കാൻ ചെയ്യുന്നത്. ഇനി ഒരു സ്കാനും കൂടി ഉണ്ടാവും മിക്കവാറും 9th മന്തിൽ. അപ്പം നമുക്ക് കറക്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞുതരും ഡോക്ടർ, എപ്പോഴാണ് ഡെലിവറി ഉണ്ടാവുക എന്നുള്ളത്. അതുപോലെ തന്നെ വാവക്ക് ആ സമയത്ത് എത്ര വെയിറ്റ് ഉണ്ടാവുന്നത്. ഈ ലാസ്റ്റ് ഒരു മാസത്തിലാണ് വാവേന്റെ വെയിറ്റ് കൂടുക. ഇത്ര പോലെ നാള് മെല്ലെ 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 പോളൂ. ലാസ്റ്റ് ഒരു മാസം കൊണ്ടാണ് വെയിറ്റ് കൂടുക എന്നെല്ലാം ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് വാവേന്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ പിന്നെ ഒരു 9th മന്തിൽ ഒരു സ്കാനും കൂടി ഉണ്ടാവും. പിന്നെ കുറെ പേര് എപ്പോഴാണ് ഡെലിവറി ഡേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഡെലിവറി ഡേറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കാനിങ് പ്രകാരം മെയ് 1st മെയ് 1st വീക്കിലാണ്. പക്ഷെ എന്തായാലും സി സെക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിച്ചൂട്ടിന്റെ സി സെക്ഷൻ ആയിരുന്നല്ലോ, അതുകൊണ്ട് റിസ്കിന് നിൽക്കുന്നില്ല, നമുക്ക് CS ചെയ്യാമെന്നാണ് ഡോക്ടറോട് അന്ന് ഒരു 5ാം മാസം ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായേ. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ചെയ്യാം, ഒരാഴ്ച മുന്നേ ആയിട്ട് ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ശരിക്കും വജൈനൽ ബർത്ത് ആഫ്റ്റർ സി സെക്ഷൻ VBAC ഒക്കെ കുറെ പേരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീഡിയോന് താഴെ ജസ്റ്റ് കമന്റ് ചെയ്യണേ. അതായത് ഫസ്റ്റത്തത് ഓപ്പറേഷനും സി സെക്ഷനും, രണ്ടാമത്തത് നോർമൽ ഡെലിവറിയും. അങ്ങനെ ആർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടെ. ഇപ്പം കുറെ ഹോസ്പിറ്റൽസിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ ഇപ്പം ഭയങ്കര ടെൻഷനാണ് കേട്ടോ. മെയിൻ ആയിട്ടുള്ള നോർമൽ ഡെലിവറി പേടി എന്താന്ന് വെച്ചാല് ചില കേസിലൊക്കെ നമ്മൾ കാണില്ലേ, രാവിലെ മുതൽ വേദന സഹിച്ച് രാത്രി വരെ സഹിച്ച് എന്നിട്ടും ശരിയാവാണ്ട് ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ അതും സഹിക്കണം ഇതും സഹിക്കണം. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു നെച്ചൂട്ടിക്ക്. പിന്നെ പൊതുവെ ഈ ഡെലിവറിക്കും കുറച്ച് ടെൻഷൻ അധികമാണ്. എന്താന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും, പെയിൻ എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഫസ്റ്റത്തെ സമയത്ത് നമുക്ക് ഒന്നും അറിയില്ല, അതുകൊണ്ട് കൂളായിട്ട് പോയി. പക്ഷെ ഇതിന് നമുക്കറിയാം എത്രത്തോളം റിസ്ക് ഉണ്ട്, എത്രത്തോളം പ്രയാസം ഉണ്ടാവും എന്നല്ല. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. പിന്നെ ഈ സ്കാനിങ്ങിനുള്ള കുറെ ടേംസ് ഒന്നും നമുക്ക് മനസ്സിലാവൂലല്ലോ, നോർമൽ ആയിട്ടുള്ളതല്ലേ അറിയുള്ളൂ. പിന്നെ AC HC എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാല്യൂസ് ഒക്കെ കാണുന്നുണ്ട്, അതൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. അപ്പൊ വെയിറ്റും പിന്നെ പ്ലാസന്റേന്റെ പൊസിഷൻ, ഹാർട്ട് റേറ്റ് 155 ആണ് ടൈപ്പ് ഉള്ളത്. 155. നിച്ചൂട്ടിക്ക് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്ന എന്റെ ഒരു ഓർമ്മ. നിച്ചൂട്ടിന്റെ 144 ആണ് FHR 144. ഇത് 155 ആണ്. അതൊക്കെ വെച്ചിട്ടൊക്കെ ജെൻഡർ പറയലുണ്ട്. പക്ഷെ അതൊന്നും ഡോക്ടേഴ്സ് പറയുന്നത് ഇതൊന്നും വെച്ചിട്ട് നമുക്ക് സയന്റിഫിക്കലി ഇത് വെച്ചിട്ട് ജെൻഡർ ഇന്നതാണെന്ന് പറയാൻ വേണ്ടി പറ്റൂല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ വിശ്വസിക്കുക, അത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കി നമുക്കൊരു ഊഹാപോഹങ്ങൾ പറയാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് സ്കാനിങ്ങിനെ പറ്റിയിട്ട് ജസ്റ്റ് പറയാനുള്ളത്. എല്ലാവരും ചോദിക്കലുണ്ട് കേട്ടോ സ്കാനിങ്ങിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ ബാക്കി എന്തൊക്കെയാ പറയേണ്ടത് എനിക്ക് അറിയില്ല. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സയന്റിഫിക്കലി പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ലല്ല. അപ്പൊ എന്തായാലും ഞാൻ 2 സ്കാനും കൊണ്ട് ഇങ്ങനെ ഇരുന്നിനി. അപ്പൊ ഏതായാലും അതൊരു ബാക്കി നമ്മുടെ വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും പ്രാർത്ഥന കൂടി ഉണ്ടാവും എന്നറിയാം, എന്നാലും എല്ലാം ഓക്കെ ആയി ഒരു ഹെൽത്തി വാവേനെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.